സലാമുണ്ട് ട്ടോ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. സത്യം പറഞ്ഞില്ലെങ്കിൽ ബാപ്പ പട്ടിയിറച്ചി തിന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പ ഉമ്മാനെ കൊല്ലും. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടല്ല. ഏതാണ്ട് ഇപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിലായി ഇപ്പോൾ പിണറായി വിജയൻ. അതായത് കേന്ദ്ര അന്വേഷണ സംഘത്തിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല. ഇല്ലേ, നമ്മുടെ CMRL കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ വീണാ വിജയൻ തൻ്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് മേടിച്ചെന്നും പറഞ്ഞു. അത് വെറുതെ അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ മോള് മാസപ്പടി മേടിച്ചെന്നാണ് പറയണത്. അപ്പോൾ പറഞ്ഞു പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വീണാ വിജയൻ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പ്രവർത്തനമൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചേക്കാണ്. 1.5 കൊല്ലമായിട്ട് പ്രവർത്തനമില്ല എന്നും പറഞ്ഞിട്ട് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് എഴുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് തന്നെ 1,72,00,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 8 8.5 കൊല്ലാവണ്ടല്ല. അപ്പോൾ ഇതിനിടയിൽ തന്നെയാണ് ഈ കാശൊക്കെ മേടിച്ചേക്കുന്നത്. 1,72,00,000 രൂപ നിസാര കാശൊന്നുമല്ല. പിന്നെ വേറെ ഒരു 60 ലക്ഷം രൂപ വേറെ, അത് വായ്പയായിട്ട് കൈക്കടം. അപ്പോൾ ഇതെന്ത് കാര്യത്തിനാണ് വീണാ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഈ CMRL 1,72,00,000 രൂപ കൊടുത്തതെന്നൊരു ചോദ്യം വന്ന്. ആരുടെ ചോദ്യം? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം. നിസാരക്കാരല്ല. കാശൊക്കെ എങ്ങനെ കിട്ടി, അവിടെ നിന്ന് വന്ന് അങ്ങോട്ട് പോണ്, എന്ത് രീതിയിൽ തിരിമറി ചെയ്തെന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു സംഘമുള്ളവർ ED. അവർ CMRL വന്ന് 24 മണിക്കൂർ നേരം നീണ്ട ചർച്ചകൾ നടത്തി എല്ലാ ഫയലും ഒക്കെ വാരി വലിച്ചിട്ട് പുറത്തെടുത്ത് എണ്ണി അവർക്ക് ആവശ്യമുള്ള രേഖയൊക്കെ അവർ കടത്തിക്കൊണ്ടുപോയി. അതിലാണ് ഇത് പറഞ്ഞേക്കണത്. ഏത് നിർണായകമായ പല വിവരങ്ങളും അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലാണ് ഈ 1,72,00,000 രൂപ ഇവർ മേടിച്ചെന്നുള്ളൊരു കണക്ക് ഉത്തരവ് പുറത്തു വന്നത്. അതിനെ തുടർന്നാണ് ED ഒറ്റ വരവ് ഇങ്ങോട്ട് വന്നത്. ആകെ ഇളക്കി മറിച്ച് CMRൻ്റെ ആലുവയിലുള്ള കമ്പനിയിലും ഇടയാറുള്ള കമ്പനിയിലും ഒക്കെ ചെന്ന് എല്ലാ ഫയലും പുറത്തെടുത്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് വരെ അവരെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി വീണാ വിജയൻ ഇങ്ങനെ കാശ് മേടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇതുപോലെ പല കമ്പനിയിൽ നിന്നും വീണാ വിജയൻ കാശ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കേസ് ED അന്വേഷിക്കണ അതിലൊരു കേസ് CMRLൻ്റെയാണ്. അപ്പം ഇതിൻ്റെ വിശദ വിവരങ്ങൾ CMRLൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ED അന്വേഷിച്ച് ഏതാണ്ട് 24 മണിക്കൂർ പെണ്ണുങ്ങളടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി എവിടെ നിന്നാണ് കാശ്, എങ്ങനെയാണ് വീണാ വിജയന് കൊടുത്തത്, അവരെന്ത് പ്രതിഫലമാണ് നിങ്ങളുടെ കമ്പനിക്ക് തന്നത്, എന്ത് സേവനമാണ് തന്നതെന്ന് വെച്ച് ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. ഡബർ മുട്ടായി കഴിച്ച പോലെ മുണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. തൊണ്ടയിൽ ഫെവിക്കൂൾ പോയ പോലെ അടഞ്ഞിരിക്കുകയാണ്. മിണ്ടാൻ പറ്റില്ല അവർക്ക്. അപ്പം തന്നെ EDക്ക് ഇതിൻ്റെ ഹിക്മത്തൊക്കെ മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ ഈ EDക്ക് ഇതുമായിട്ട് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലീസ് FIR ഇട്ട് കേസെടുക്കണം. അതുകൊണ്ട് ED എന്ത് ചെയ്ത്, പോലീസ് FIR ഇട്ട് കേസെടുത്താൽ ഇനി അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കേസാണല്ലോ, കേന്ദ്ര അന്വേഷണ ഏജൻസിയാണല്ലോ ED. അപ്പോൾ സംസ്ഥാനത്ത് കേസ് വേണം. അപ്പോൾ സംസ്ഥാന പോലീസ് FIR ഇടണം. അതിന് വേണ്ടിയിട്ട് ED എന്ത് ചെയ്ത്, സംസ്ഥാന പോലീസ് മേധാവിക്ക് DGP ഒരു എഴുത്ത് കൊടുത്ത് പരാതി കൊടുത്ത് ഇങ്ങനെ ഈ ഒരു വിഷയമുണ്ട്, ഈ വിഷയത്തിൽ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ആരുടെ പേരിൽ കേസെടുക്കണം എന്ന് പറഞ്ഞേ? വീണാ വിജയൻ്റെ പേരിൽ കേസെടുക്കാം ED പറഞ്ഞില്ല. CMRLൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിൻ്റെ പേരിൽ CMRൻ്റെ പേരിൽ FIR ഇട്ട് കേസെടുക്കണം എന്ന് പറഞ്ഞു. പോലീസ് മേധാവിക്ക് കത്ത് മാർച്ച് 27 കൊടുത്തിട്ട് ഒരു മുണ്ടാട്ടമില്ല, അനങ്ങിയിട്ടില്ല. ഇത് എവിടെ കൊണ്ടേ പൂത്തി വെച്ചെന്നറിയാൻ പാടില്ല പരാതി. EDക്ക് കാര്യം പിടിയിട്ട് വീണ്ടും മെയ് 10 വീണ്ടും ഒരു എഴുത്തങ്ങോട്ട് കൊടുക്കുകയാണ്, ഒരു പരാതി കൊടുക്കുകയാണ്. ആദ്യം ഒരു കത്ത് കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല. വീണ്ടും അതിപ്പോൾ എവിടെയെങ്കിലും ഇട്ട് പോയാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും മെയ് 10 വരെ എഴുത്ത് കൊടുത്ത്. അതിനും ഒരു മറുപടിയില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏജൻസിയാണുള്ള ED. ഇപ്പോൾ കേരളത്തിലെ DGP അല്ലെങ്കിൽ സംസ്ഥാന DGP എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിനുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ആ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ എഴുത്ത് കൊടുത്തിട്ട് അത് അന്വേഷിക്കാണ്ട് മാറ്റി വെച്ചേക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്തെങ്കിലും പരാതി കൊടുത്ത് ഒരു തീരുമാനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ED കൊടുത്തിട്ട് തീരുമാനം ഉണ്ടാവില്ലെങ്കിൽ പിന്നെ ആര് ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കണേ? അപ്പോൾ ഇതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് കാര്യം മനസ്സിലാക്കണത്. നേരത്തെ പറഞ്ഞില്ലേ, സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? സത്യം തുറന്നു പറഞ്ഞാൽ ബാപ്പുമാനെ കൊല്ലും. സത്യം പറഞ്ഞില്ലെങ്കിൽ പട്ടിയിറച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പോൾ DGPക്ക് ഉള്ളത്. ഇപ്പോൾ ഈ CMRLനെതിരെ DGP EDയുടെ പരാതിക്ക് കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CMRL കർത്തേനെ പൂട്ടേണ്ടി വരും. CMRൻ്റെ ഉടമയായിട്ടുള്ള കർത്തയ്ക്കെതിരെ കേസെടുക്കേണ്ടി വരും. കർത്തയ്ക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ കർത്ത ഒരു കാര്യം കൂടി ചെയ്യും. ഈ പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിസഭയിലുള്ള ആളുകൾ ആരൊക്കെ തൻ്റെ അടുത്ത് നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് കാര്യം പുള്ളി അങ്ങോട്ട് തുറന്നു പറയും. പുള്ളിയുടെ കണക്ക് ബുക്കിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളിത് കേട്ടല്ല. 132 കോടി രൂപ, PVക്ക് ഇത്ര രൂപ, OCക്ക് ഇത്ര രൂപ, KKക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ പുള്ളി അവിടെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കണക്കിലൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ വേറെ അങ്ങോട്ട് പുറത്തേക്ക് വിടും. അതുകൊണ്ട് പിണറായി വിജയൻ ഇത് വലിയ തലവേദനയാകും. അതുകൊണ്ട് DGPയോട് പിണറായി വിജയൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ കാര്യത്തിൽ CMRLൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി.
അതുകൊണ്ട് തന്നെയാണ് മാർച്ച് 27 ഇ ഡി കൊടുത്ത കത്ത് അങ്ങോട്ട് DGP മാറ്റിവെച്ച്. അത് തന്നെയാണ് വീണ്ടും എന്ത് ചെയ്ത് മെയ് 10 കത്ത് കൊടുത്ത് അതും അങ്ങോട്ട് DGP മാറ്റിവെച്ച്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് DGPക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂലില്ല. കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിനുള്ള ഓഫീസറാണ് DGP. അപ്പം സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ കൃത്യമായിട്ട് നിർദ്ദേശമുള്ളതിൻ്റെ പേരിൽ അത് DGP അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിലിപ്പോൾ എന്ത് പറ്റി? ഈ നീക്കങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് ED ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഒരു ഹർജി കൊടുത്തു. ഞങ്ങൾ നിരവധി പ്രാവശ്യം DGPക്ക് പേപ്പർ കൊടുത്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇവിടെ നടന്നേക്കുന്നത്. വിദേശ വിനിമയ ചട്ടം അടക്കമുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. ഇത് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് നടന്ന കേസിന് സംസ്ഥാന പോലീസ് FIR ഇട്ട് കേസെടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ കേസെടുക്കാൻ പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് DGP കേസെടുക്കണില്ല എന്നും പറഞ്ഞിട്ട് ED ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. ഈ ഹർജി നൽകി കഴിയുമ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നു പിണറായി വിജയൻ വിചാരിച്ചില്ല, DGPയും വിചാരിച്ചില്ല. ഇപ്പൊ ജൂൺ 7 ഈ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ജൂൺ 7 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒന്നുകിൽ DGPനെ വിളിച്ചു വരുത്തി ഹൈക്കോടതി കാര്യം പറയും, നിങ്ങൾ എന്താ ഒളിച്ചു കളിക്കണ ഈ കേസിൽ, നിങ്ങൾക്ക് എന്താ ഇക്കാര്യത്തിൽ താല്പര്യം? ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പരാതി അന്വേഷിക്കുക എന്നുള്ളതല്ലേ പോലീസ് മേധാവിയുടെ ഉത്തരവാദിത്തം. നാട്ടിൽ നടന്നേക്കണ വലിയ ക്രമക്കേട്, അതായത് വിദേശ വിനിമയ നാണയ ചട്ടം ഉൾപ്പെടെയുള്ള കേസുകൾ, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ കേസെടുക്കില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ മുണ്ടാട്ടം മുട്ടി നിൽക്കേണ്ടി വരും, DGP മുണ്ടാട്ടം മുട്ടി നിൽക്കേണ്ടി വരും. അപ്പോൾ അതിലും വലിയ ഇടങ്ങേറ് അതിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ DGP വെട്ടിലായിരിക്കുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ബാപ്പ പട്ടിയിറച്ചിന്നും, സത്യം പറഞ്ഞാൽ ബാപ്പ ഉമ്മാനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ DGPക്ക് ഒരു അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇത് തന്നെ പിണറായി വിജയൻ്റെ അവസ്ഥ. ഇപ്പോൾ DGP വിവരമൊക്കെ പിണറായി വിജയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ല. പക്ഷേ CMRL കർത്തയ്ക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ കറുത്ത വിവരങ്ങൾ തുറന്നു പറയും. കറുത്ത വിവരങ്ങൾ തുറന്നു പറഞ്ഞാൽ പെടാൻ പോണത് DGP അല്ല, പിണറായി വിജയനാണ്. അപ്പോൾ അത് വലിയ തലവേദന. ഇനിയിപ്പോൾ കർത്തനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ മോക്ക് കാശ് കൊടുത്തൊക്കെ ഉണ്ടല്ലോ അവിടുന്ന്, അതായത് വീണ വിജയന് 1,72,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് 10 പൈസയുടെ അവിടെ അവർക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. CMRLന് സോഫ്റ്റ്വെയർ ലഭ്യമാക്കിയെന്ന് പറയുന്നത്. എന്ത് സോഫ്റ്റ്വെയർ? കരിമണൽ ഖനന കമ്പനിയാണ് CMRL. അത് ശശിധരൻ കർത്തയുടെ കമ്പനി കരിമണൽ ഖനനം ചെയ്ത് ഉണ്ടാക്കിയെടുക്കണ, അവിടുന്ന് ആറ്റമിക് ആവശ്യങ്ങൾക്കുള്ള എനർജിയൊക്കെ ഉണ്ടാക്കണ വലിയ കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നത്. അവിടെ എന്തിനാണ് വീണ വിജയൻ്റെ എക്സാലോജിക്കുന്നുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ കരിമണൽ ഖനന കമ്പനിയിലേക്ക് എന്തിനാണ്? ഇപ്പോൾ വീണ വിജയൻ കൊടുത്തെന്ന് പറഞ്ഞാൽ അതാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അവിടെ എന്തിനാ ഈ സോഫ്റ്റ്വെയർ, എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്തിനാ കരിമണൽ ഖനനം നടത്തുന്ന കൊടുത്ത്? മനുഷ്യന്മാരൊക്കെ പൊട്ടന്മാരാ, ആളുകൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവില്ല പറ്റിച്ചേക്കനാണെന്നുള്ളത്. അപ്പോൾ ഇത് നേർക്ക് നേരെ കിടക്കുന്ന കാര്യമാണ്. പറ്റിച്ചേക്കാണ്. 1,72,00,000 രൂപ മേടിച്ചേക്കണത് അച്ഛൻ മുഖ്യമന്ത്രിയായിട്ട് ആ കസേരയിൽ ഇരിക്കണതിൻ്റെ പേരിൽ മോള് കോയ മേടിച്ചേക്കനാണ്, മാസപ്പടി മേടിച്ചേക്കനാണ്. ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് പറ്റി? ED കടത്തിക്കൊണ്ടുപോയ രേഖയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ അതിസങ്കീർണമായ രേഖയാണ് CMRൽ നിന്ന് എടുത്തുകൊണ്ട് പോയേക്കുന്നത് ED. അപ്പോൾ അത് വീണ വിജയനിലേക്ക് അത് തിരിച്ചു വരും. അപ്പോൾ ഹൈക്കോടതി ഈ 7 ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനും DGPക്കും വീണ വിജയനും ശശിധരൻ കർത്തയ്ക്കും ഒരുപോലെ തന്നെ പ്രശ്നമാവും. ഹൈക്കോടതി നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് സർക്കാരിനെ മുഖം രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നൊരു DGPയോട് പറഞ്ഞിട്ടുണ്ടാകും. വെറുതെ CMRൽ ഒരു കേസ് എടുക്കണം, ഒരു അറസ്റ്റൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു FIR ഇട്ട് എന്തെങ്കിലും ഒരു കേസ് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല, ഹൈക്കോടതിയുടെ ഒരു കണ്ണിൽ പൊടിയിടണമല്ല. അപ്പോൾ അത് കർത്തയോടും പറഞ്ഞിട്ടുണ്ടാവും. തൽക്കാലം നമ്മളൊരു കേസ് എടുക്കും, ആ കേസ് എടുത്തിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും തിരിമറിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു ധാരണയിൽ എത്താണ്ട് ഒരു കാര്യം ഇനിയിപ്പോൾ നടക്കാൻ പറ്റൂല. ഹൈക്കോടതി സമ്മതിക്കില്ല. അല്ലെങ്കിൽ ജൂൺ 7 കേസ് വരുമ്പോൾ അവർ പറയും നിങ്ങൾ ആരെ പേടിക്കണേ, ഇവിടെ നിയമം നടത്താൻ എന്താ ബുദ്ധിമുട്ടുള്ളേ, ഈ നിയമവാഴ്ചയുള്ള സ്ഥലമാണിത്. അപ്പോൾ അത് കേസെടുത്തില്ലെങ്കിൽ പുകിലാവും, DGPയുടെ വേണമെങ്കിൽ തൊപ്പി വരെ തെറിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ DGP ഇപ്പം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനും വെട്ടിലായിരിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ കർത്തേനെ പൊക്കി കഴിഞ്ഞാൽ കർത്ത ഉള്ള കാര്യങ്ങൾ പുള്ളി പെടാണ്ട് തുറന്നു പറയും. ആരൊക്കെ കാശ് മേടിച്ചിട്ടുണ്ട്, വീണയ്ക്ക് വേറെ എത്രയൊക്കെ കാശ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ 1,72,00,000 രൂപയുടെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ 60 ലക്ഷം രൂപ കൈക്കടായിട്ട് കൊടുത്തിട്ടുണ്ട്, ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കർത്ത തുറന്നു പറയും. സർക്കാരിൻ്റെ ഉള്ളിൽ വേറെ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെ കാശ് മേടിച്ചിട്ടുണ്ടെന്ന് പറയും. അത് പിണറായി വിജയന് കൂനിമ കുരുവാകും. അപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നാൽ അത് വലിയ തലവേദന ആകും. എന്നാൽ ഈ DGP കേസെടുക്കാണ്ടിരുന്നാലും അത് അതിലും വലിയ തലവേദന ആകും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ജൂൺ 7 പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഹൈക്കോടതി കേസ് ഈ ഹർജി EDയുടെ ഹർജി പരിഗണിക്കുന്ന ദിവസമാണ് ജൂൺ 7. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. IPC 420, 11, 421, 424 പ്രകാരം പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നാണ് ED പറഞ്ഞേക്കണ ഹർജിയിൽ. അപ്പോൾ കോടതിക്ക് മാറിയേക്കാൻ പറ്റുമോ?
ഇവർക്ക് ഡബർ മുട്ടായി ഒഴിച്ചാൽ തൊണ്ടയിൽ ഫെവിക്കോൾ ഒട്ടിപ്പോയാലും മുണ്ടാട്ടം മുട്ടി പിണറായി വിജയൻ DGP നിൽക്കണമെന്ന് പറഞ്ഞാൽ കോടതിക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? കോടതി നിയമസ്ഥാപനമല്ല, നീതി നിയമമൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഇരിക്കണമല്ല കോടതി. ഇവരുടെ പൊറോട്ട് നാടകങ്ങൾക്ക് കോടതിക്ക് കൂട്ടുവെക്കാൻ പറ്റുമോ? അപ്പം എന്തായാലും ഈ ജൂൺ 7 പിണറായി വിജയന് ഒരു മുട്ടം പണി കിട്ടും, അടി കിട്ടും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. DGP അതിനു മുമ്പ് നടപടി എടുത്തില്ലെങ്കിൽ DGPയുടെ തൊപ്പിയും തെറിക്കും, യാതൊരു തർക്കമില്ല. എന്തായാലും ഇപ്പം എന്താ നടക്കാൻ പോണെന്നുള്ള നമുക്ക് കണ്ടെത്താം. എന്തായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോണത്. സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ബാപ്പ പട്ടിയിറച്ചി ഇന്നും സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പ ഉമ്മാനെ കൊല്ലും. എന്തായാലും DGP വെട്ടിലായി, പിണറായി വിജയൻ വെട്ടിലായി. CMRL കർത്തയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ വീണ്ടും വെട്ടിലാവും. പിണറായി വിജയൻ്റെ പുള്ള വീണ വിജയൻ അതിലും വലിയ വെട്ടിലാവും. എന്തായാലും ഇതാരും വെട്ടിലായാലും കോടതി എല്ലാവരും വെട്ടിലാക്കും, ഉറപ്പാണ്. അതിന് നമുക്കൊരു കാര്യം ചെയ്യുക, ജൂൺ 7 വരെ കാത്തിരിക്കുക. ഇപ്പോൾ ജൂൺ 7 എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം അതിനു മുമ്പ് ഈ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ പുറത്തു വരില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ആകെ ഇടങ്ങേറായിട്ട് നിൽക്കുകയാണ്, കൈത്തൊപ്പം വെള്ളത്തിൽ നിൽക്കുകയാണ്. ആരോപണങ്ങളുടെ പുറകെ ആരോപണങ്ങൾ, വിവാദങ്ങളുടെ പുറകെ വിവാദങ്ങളായി പിണറായി വിജയൻ കൈത്തൊപ്പം വെള്ളത്തിൽ കാണുന്നത്. മഴ പെയ്തിട്ടല്ല, മഴവെള്ളത്തിലല്ല കൈത്തൊപ്പം വെള്ളം, വിവാദങ്ങളുടെ ഒരു കൈത്തൊപ്പം വെള്ളത്തിൽ നിൽക്കണേ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലവും കൂടി വന്നു കഴിഞ്ഞാൽ ആകെ ഇന്ത്യ മുന്നണിക്ക് വിചാരിക്കുന്ന സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അത് അതിലും വലിയ ഇടങ്ങേറാവും. എന്തായാലും ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൂൺ 7 എന്ത് സംഭവിക്കില്ല എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും കർത്തയുടെ കാര്യത്തിൽ കർത്ത ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നെ തൊട്ട് കഴിഞ്ഞാൽ കളി മാറും എന്നുള്ളത് പുള്ളി നേരത്തെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് പിണറായി വിജയൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ ഇപ്പം നടക്കാൻ പോണെന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ജൂൺ 7 ഒരു വിധി വരും, അല്ലെങ്കിൽ ഒരു ഉത്തരവുണ്ടാവും. ഈ ഉത്തരവുണ്ടാകുമ്പോൾ DGPക്കും പിണറായി വിജയനും വീണ വിജയനും കർത്തയ്ക്കും ഒക്കെ എന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. സലാം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.